അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് വേർഡ്സ് ആണെങ്കിലും വിഷ്വലൈസേഷൻ ആണെങ്കിലും ഒക്കെ അഡൾട്ട്സിന് മാത്രം പ്രിഫർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ബട്ട് ഇവിടെ നമ്മളെ ഓഡിയൻസിന് ഇപ്പോഴും അറിയത്തില്ല UA എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന്. മുറവിളി കൂട്ടുന്ന കുറേ ആൾക്കാരോട് ഇപ്പോഴും ഒന്നേ പറയാനുള്ളൂ, കുട്ടികളുമായിട്ട് ഇത്തരത്തിലുള്ള സിനിമകൾക്ക് വന്ന് ഇരിക്കരുത്. ഇരുന്ന് കൊടുത്തിട്ട് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ട്രോമ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ സിനിമ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് മോങ്ങിയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ. ഹലോ ഹായ്, വണക്കം മക്കളെ, വണക്കം. അങ്ങനെ ഇന്ന് വടക്കൻ എന്ന സിനിമയാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ രാവിലെ കാണാൻ സാധിച്ചില്ല എന്നുള്ളത് ഭയങ്കര വിഷമമായിട്ട് തോന്നി. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ സിനിമയ്ക്ക് ഷോ ഉണ്ടായിരുന്നില്ല. ആളില്ലാത്തതുകൊണ്ട് ഷോ ക്യാൻസലായി പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ എന്തായാലും രാത്രിത്തേക്ക് കുറച്ച് ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമ കാണാൻ തോന്നി. അങ്ങനെ സിനിമയ്ക്ക് ഓടിയെത്തി. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പാരാനോർമൽ ടൈപ്പിലേക്ക് ഒരു ഹൊറർ സിനിമ കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലൊരു തീരുമാനം വളരെ നൈസായിരുന്നു. കാരണം ഒരു പരീക്ഷണ സിനിമ മലയാളത്തിൽ എപ്പോഴും പ്രേക്ഷകരെ സ്വീകരിക്കാറുണ്ട്. അത് നല്ല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് എപ്പോഴും അത് സ്വീകരിക്കാറുണ്ട് എന്നുള്ളത് വളരെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇനി വടക്കൻ എന്നൊരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് സംവിധാനം സാജിദാണ്. ഇനി ഈ സിനിമയുടെ മറ്റു വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കിഷോർ, ശ്രുതി മേനോൻ, മെറിൻ ഫിലിപ്പ്, മാല പാർവതി, കലേഷ്, ഗാർഗി, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, പിന്നെ കുറേ ആൾക്കാരും ഈ സിനിമയിൽ കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. മാത്രമല്ല ഈ സിനിമയിൽ ടെക്നിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഒരു ജാപ്പനീസ് സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള, അതും ഒരു ഫീമെയിൽ സിനിമാറ്റോഗ്രാഫറാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ പേര് കേക്കോ നക്കഹാര എന്നാണ്. ഉണ്ണിയാറിൻ്റെ തിരക്കഥ. ശരിക്കും പറഞ്ഞാൽ വടക്കൻ മലബാറിലെ ഒരുപാട് മിത്തുകളെയും അത്തരത്തിലുള്ള സംഭവങ്ങളെയൊക്കെ കോർത്തിണക്കി അതിനകത്ത് ഹൊററിനെ ചാലിച്ച് എന്നാൽ അതിനെ മോഡേൺ വേർഷനാക്കി കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്റ്റൈൽ, അത് ഗംഭീര ഒരു പ്ലോട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാത്രമല്ല ഇതിനൊരു റിയാലിറ്റി ഷോ ആയിട്ട് കണക്ട് ചെയ്ത് ആ റിയാലിറ്റി ഷോയിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്ന ചില ഇൻസിഡൻസുമായിട്ട് അതിനെ കൊണ്ടുപോവുകയും എന്നാൽ സിനിമ കൊണ്ടുപോകുന്നത് മറ്റൊരു തലത്തിലേക്ക് കൂടിയാണ്. ഇതിനകത്തെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കിഷോറിൻ്റെ കാസ്റ്റിംഗ് വളരെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏരിയ അദ്ദേഹം വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 മേക്ക് ഓവേഴ്സ് നമ്മൾ പോസ്റ്ററിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു സാധനം വളരെ നൈസായിട്ട് വർക്കായി എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ശ്രുതിയുടെ ക്യാരക്ടർ ഒരു ചേഞ്ച് ഉണ്ട്, അത് അടിപൊളിയാണ്. അത് ഭയങ്കര രസമായിട്ട് അത് വർക്കായിട്ടുണ്ട്. മാത്രമല്ല മെറിൻ ഫിലിപ്പ് കഥാപാത്രം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഉണ്ടായിരുന്ന ഓരോ ആക്ടേഴ്സും അവരവരുടെ കഥാപാത്രങ്ങളെ നൈസായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ ഇതിനകത്ത് സൗണ്ട് ഡിസൈനിങ് പറയാതിരിക്കാൻ പറ്റില്ല. റസൂൽ പൂക്കുട്ടിയാണ് സൗണ്ട് ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഡിസൈനിങ് ഗംഭീരമാണ്. അത് നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു തിയേറ്ററിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യും. അത് ഒന്നും പറയാനില്ല കേട്ടോ. കാരണം അത്രയും ഗംഭീരമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണം. മാത്രമല്ല ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിജിപാലാണ്. പുള്ളിക്കാരനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ കുറേ ഏരിയാസും അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ തെയ്യം, കോലം ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ എക്സ്പെക്റ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ കൂടെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഉള്ളത് മോശമാണെന്നല്ല, അതും നൈസായിട്ട് വർക്കായിട്ടുണ്ട് എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പാരനോർമൽ ആക്ടിവിറ്റി, അതുപോലെ തന്നെ 6-5 = 2 ഇങ്ങനെയൊക്കെയുള്ള കുറേ മൂവീസ് ഉണ്ട്. അപ്പോൾ ഫൗണ്ട് ഫൂട്ടേജസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു കഥയെ പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. അത് അത്രയും ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ടെക്നിക്കൽ ടീമിൻ്റെ സൈഡ് കൂടി നമ്മൾ ആലോചിക്കണം. ഇവിടെ ആർട്ടാണെങ്കിലും ടെക്നിക്കൽ സൈഡാണെങ്കിലും ഒക്കെ മനോഹരമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ടെക്നിക്കൽ സൈഡ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. VFX ചിലയിടങ്ങളിൽ കല്ലുകടിയായിട്ട് തോന്നിയെങ്കിൽ പോലും കുഴപ്പമില്ല. കാരണം ഒരുപാട് അങ്ങോട്ട് VFXന് പ്രാധാന്യം കൊടുക്കാതെ എന്നാൽ നൈസായിട്ട് ആവശ്യമുള്ള ഇടങ്ങളിലൊക്കെ അത് ഫിക്സ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ചില ഇടങ്ങളിലുള്ള ഒരു കല്ലുകടി മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ബട്ട് ബാക്കിയെല്ലാം ഗംഭീരമാണ്. പ്രത്യേകിച്ചും ഫൗണ്ട് ഫൂട്ടേജസിനകത്ത് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നൈറ്റ് വിഷൻ ക്യാമറയൊക്കെ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ, അത് ഗംഭീരമായിരുന്നു. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വേറെ ലെവലിലേക്ക് കഥയെ കൊണ്ടുപോവുകയും സെക്കൻഡ് ഹാഫ് അതിൽ നിന്നെല്ലാം ഡീവിയേറ്റ് ചെയ്ത് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. കേക്കോ നക്കാരയുടെ സിനിമാറ്റോഗ്രാഫി ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അവരുടെ ആ ഒരു വ്യൂ പോയിൻ്റ് ഭയങ്കര രസകരമായിരുന്നു. കാരണം അവർ കണ്ട കുറേ സംഭവങ്ങളെ, അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങളെ വളരെ നൈസായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത്
അത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ സിനിമയെ ഭയങ്കരമായിട്ട് ഒരു ടോപ്പ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഇത് കുറേയേറെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രീമിയർ ചെയ്ത മൂവിയും കൂടിയാണ് എന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മുടെ മലയാളത്തിൽ ഇത്തരത്തിലുള്ള പരീക്ഷണ ചിത്രങ്ങൾ വല്ലപ്പോഴും ഒക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മൂവിക്ക് അത്രയേറെ പ്രീമിയേഴ്സ് ലഭിച്ചത് തന്നെ വലിയൊരു കാര്യമായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ മൂവിയുടെ ഒരു ടോട്ടൽ ഔട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു പാരനോർമൽ ആക്ടിവിറ്റി പോലുള്ള മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമ്മുടെ മലയാളത്തിൻ്റെ മിത്തും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്റ്റൈൽ പിടിച്ചിരിക്കുന്ന മൂവിയാണ്. സോ അത്തരത്തിലുള്ള മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടു നോക്കുക. ഒട്ടും മടുപ്പിക്കാത്ത, വെറുപ്പിക്കാത്ത, എന്നാൽ വളരെ ഗംഭീരമായിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സോ ഭയങ്കര വലിയ ജംസ്കേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല, എന്നാൽ അത്യാവശ്യം ഉള്ള ഏരിയാസൊക്കെ നൈസായിട്ട് വർക്കായിട്ടുണ്ട്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ എന്നാൽ ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ കൂടിയാണ് വടക്കൻ. തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. ഇൻഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3/5 ആണ്. അപ്പോൾ പുതിയ സിനിമകൾ കാണാൻ കൂടെ കൂടിക്കൊന്നേ. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടെ കൂടിക്കോ, നമുക്ക് പുതിയ സിനിമകൾ ചർച്ച ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും